പത്തനംതിട്ടയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് സമീപത്താണ് 7 ആനകൾ എത്തിയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീകുമാർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും. ശ്രീത്ത്, ഈ ആനക്കൂട്ടം അത് മുൻപ് ഈ മേഖലയിൽ വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായും മുൻപ് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ കുറച്ചു കാലമായി അത്തരത്തിൽ കാട്ടാനകൾ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സാഹചര്യമില്ല. ഈ അടവി കുട്ടവഞ്ചി മേഖല കുട്ടവഞ്ചിയുടെ ഒരു സവാരി കേന്ദ്രമാണ്. പ്രസിദ്ധമായ ഇക്കോ ടൂറിസം കേന്ദ്രം കൂടിയാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ കാര്യമായ രീതിയിൽ ഇക്കോ ടൂറിസം നടക്കുന്നുണ്ട്. കുട്ടവഞ്ചി എല്ലാം അവിടെ ഒരു തടയണ കെട്ടി വെള്ളം സംഭരിക്കുന്നുണ്ട്. അതിലാണ് കുട്ടവഞ്ചി സവാരി നടക്കുന്നത്. എന്നാൽ ആ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത്. വനത്തിൽ നിന്ന് വന്ന് അവിടെ കുട്ടവഞ്ചി കേന്ദ്രത്തിലെത്തി വെള്ളം കുടിച്ചതിന് ശേഷം ഏറെ നേരം അവിടെ തുടർന്നു. അതിനുശേഷമാണ് ഏറെ ജനവാസ മേഖലയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് അടവി കുട്ടവഞ്ചി മേഖലയിൽ. എന്തായാലും ആ പാതയിലൂടെ റോഡ് മുറിച്ച് കടന്ന് വനത്തിനുള്ളിലേക്ക് തന്നെ കടന്നു പോകുന്ന കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഉണ്ടായത്. എന്തായാലും ആ പ്രദേശത്തിന് വനപാലക സംഘമുണ്ട്. വനംവകുപ്പാണ് ഈ ടൂറിസം കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്ന അവരുടെ കീഴിലാണുള്ളത്. എന്തായാലും വനപാലക സംഘം അവിടെ തന്നെ തുടർന്നു. ആനകൾ റോഡ് മുറിച്ച് കടന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ അവിടെ നിൽക്കുന്നതുവരെ വനപാലക സംഘം അവിടെ തന്നെ തുടർന്നു. വാഹനഗതാഗതം നിയന്ത്രിച്ചു. എന്തായാലും ആനകൾ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും കാട്ടിനകത്ത് ജലലഭ്യത കുറഞ്ഞതോടുകൂടി ജനവാസ മേഖലയിലേക്ക് ആനകൾ കടന്നു വരുന്നത് പതിവായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വനമേഖലയിലാണെങ്കിൽ കൂടി ഒരാളെ തന്നിത്തോട് വെച്ച് കാട്ടാന ചവിട്ടിക്കൊന്ന വാർത്ത വേദനയോടുകൂടിയാണ് കണ്ടത്. എന്തായാലും ആളുകൾ ഭീതിയിലാണ്. ഈ വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ രാത്രികാലങ്ങളിൽ വളരെ ഭയപ്പെട്ട് തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് തുടരുകയാണ്.